ചേട്ടാ നമസ്കാരം. നമസ്കാരം. FCRA ഭേദഗതി നിയമം ഉടനെ വരികയാണ്. അപ്പൊ ഈ FCRA ഭേദഗതി നിയമം വരുമ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ മന്ത്രിസഭയിലെ MP അദ്ദേഹം ഇന്ത്യയെ നോക്കി ആക്രോശിച്ചൊരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞത് FCRA നിയമം നിങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലുണ്ടാകും, തകർന്ന് തരിപ്പണമാവും എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത്. അതിന് നമ്മുടെ രൺധീർ ജയ്സ്വാൾ മറുപടി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോരാത്തതിന് നമ്മളതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്, നമ്മളതൊക്കെ പുച്ഛിച്ച് തള്ളുകയാണ്, ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു മേജർ പോളിസി ഷിഫ്റ്റ് അമേരിക്ക അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതായത് ഇന്ത്യയെ തടയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം ആസ് ഇന്ത്യ പ്രിപ്പയർസ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ FCRA regulations to tighten oversight of foreign fund despite both internal and external pressure, the US has announced a major policy shift എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. The US government says foreign aid will not be provided will now be provided directly to national governments. ഒന്നുകൂടെ വായിക്കാം. The US government says foreign aid will now be provided directly to national governments rather than routed through NGOs. ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. If the goal is to help a country, fund the country, not middlemen who turn aid into a business model or a vehicle for their ideology. അതായത് ഇനി മുതൽ അമേരിക്ക ആലോചിക്കുന്നത്, ഇനി മുതൽ ഈ ഫോറിൻ എയ്ഡുകൾ ഈ NGOസിന് കൊടുക്കാതെ അത് നാഷണൽ, അതാത് രാജ്യങ്ങളിലെ നാഷണൽ ഗവൺമെന്റ്സിന് കൊടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ അമേരിക്ക ആലോചിക്കുന്നത്. ഇതാണ് അമേരിക്ക ഇപ്പോൾ മുന്നിലേക്ക് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഒരു രാജ്യത്തിനെ നന്നാക്കണം എന്നുള്ള ഉദ്ദേശത്തിനാണ് ഫോറിൻ എയ്ഡ് നൽകുന്നതെങ്കിൽ ആ രാജ്യത്തെ ഗവൺമെന്റിന് അത് കൊടുക്കുക. അല്ലാതെ NGOസിന്റെ ഐഡിയോളജി അത് പമ്പ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് ഈ ഫോറിൻ ഫണ്ടിനെ മാറ്റാതിരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മാർക്കോ റുബിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ പ്രസ്താവനയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ബൈറ്റ് ഒന്ന് കാണിക്കാം. What we learned over time, especially after coming here, is that oftentimes, and I'm oversimplifying it, but this is an accurate description. What would happen is we would go to a country and say, we're going to help you with our healthcare needs. Then we would drive over to Northern Virginia somewhere, find an NGO, one of these organizations, give them all the money, tell them, go to this country and do their healthcare program for them. That NGO would then take about some percentage of that money for their overhead and administrative costs. And by the time it got down to it, the host country had very little influence. It was sort of imposed on them. And only a percentage of the overall money ever actually reached the patients and the people on the ground that we were trying to help because of these costs. This makes no sense. So why are we hiring American and international NGOs to go into other countries and run healthcare systems that are parallel and sometimes in conflict with the healthcare systems of the host country? If we're trying to help countries, help the country. Don't help the NGO to go in and find a new line of business. So that's what the model. If you want to help a country, go help a country. Don't fund the NGO. അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബിച്ചേട്ടാ, ഇതിൽ എന്താണ് തോന്നുന്നത്? ഇത് നമ്മുടെ ഒരു വിജയമാണോ, അതേ അമേരിക്കയ്ക്ക് തോന്നിയ, പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നിയ ഒരു വെളിപാടാണോ? അല്ല, ഇതിനകത്ത് ഒരു വലിയ വിഷയമുണ്ട് ധനുഷേ. ഇത് കാരണം ഈ പറഞ്ഞത് കറക്റ്റ് സ്റ്റാൻഡ് അദ്ദേഹം പറഞ്ഞത്, അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇപ്പൊ ഒരു രാജ്യത്ത് ഇവരിവിടെ പറയുന്നത് ഈ ഫണ്ട് വരുന്നത് മൂലമാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസം ഞങ്ങൾ ശരിയാക്കുന്നത്, പട്ടിണി ഞങ്ങൾ മാറ്റുന്നത്, പിന്നെ നാഷണൽ ഹൈവേ കൊണ്ടിരുന്ന ഫണ്ട് വരുന്നതുകൊണ്ടാണ്, പിന്നെ കുടിവെള്ളം, സൂര്യഘർ പദ്ധതി ഇപ്പൊ ഞങ്ങൾ ഈ ഫണ്ടിൽ കൂടാണ്, ഇതൊക്കെയാണ് തട്ടിവിടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞ അദ്ദേഹം പറഞ്ഞതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം പറയുന്ന ഒരു രാജ്യത്തെയാണ് നിങ്ങൾക്ക് സഹായിക്കണ്ടെങ്കിൽ, അവിടുത്തെ പ്രോവർട്ടി ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവിടുത്തെ പിന്നെ വിദ്യാഭ്യാസത്തിന് കൊടുക്കണം, അല്ലെങ്കിൽ യാതൊരു സേവന രംഗത്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തിനല്ലേ ഫണ്ട് ചെയ്യേണ്ടത്. ശരിക്കും അങ്ങനെയല്ലേ വേണ്ടത് എന്നാണ്. അതായത് അദ്ദേഹം പറയുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്. അതായത് ഈ NGOകൾക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ അത് പല വിധത്തിൽ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു രാജ്യത്തിന് തകർക്കാൻ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഒപ്പം തന്നെ മറ്റു പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് NGOകൾക്ക് ഫണ്ട് കൊടുക്കണ്ട എന്നതിൽ എടുത്തു പറയുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന കാര്യം? ഇവിടെ കിടന്ന് എന്തോ തുള്ളലായിരുന്നു. ട്രംപ് വരട്ടി, മാർക്ക് റൂബിയോ പിന്നെ കൽക്കത്ത വന്നത് FCRന്റെ കാര്യം മോദിയെ വിളിച്ചിട്ട് മുട്ടിൽ എഴയിച്ചു എന്നൊക്കെ പറഞ്ഞ് സായിപ്പിന് ഇത്രയേ ഉള്ളു കാര്യം. ഇപ്പുറത്ത് സ്ട്രോങ് ആണെന്ന് കണ്ടാൽ അപ്പുറത്തായി. അദ്ദേഹം പറഞ്ഞത് വളരെ കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അതാണ് കറക്റ്റ്. ഇപ്പൊ നമുക്കൊരു രാജ്യത്തെ ജനങ്ങളെ സേവിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ സർക്കാരിനല്ലേ പണം കൊടുക്കേണ്ടത്. അതല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഇട്ടുമാണിക്ക് പണം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാനാണ്? അയാൾ വീട് പണിയും, കുറെ കാറും മേടിക്കും, ചുറ്റിത്തിരിയും എന്നല്ലാതെ പിന്നെ വേറെന്താ നടക്കുന്നത്? പിന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തും, കുറെ എണ്ണം നക്സലിന് കൊടുക്കും, തോക്ക് വാങ്ങിക്കുക, കുറെ പൈസ. ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്?
അപ്പൊ ഈ അമേരിക്ക സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും ഈ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം നിലവിൽ അവരുടെ ഒരു സ്ഥിതി എല്ലായിടത്തും വളരെ മോശകരമായി തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ രാജ്യങ്ങളെല്ലാം അവരുടെ കൺട്രോളിലൊന്നും ഇപ്പൊ നിൽക്കുന്നില്ല എന്നുള്ളതാണ് മറ്റേ. ഇപ്പൊ ഇറാനുമായിട്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നു, ഇപ്പൊ നമ്മൾ 2 ദിവസമായിട്ട് മിഡിൽ ഈസ്റ്റ് വാർത്തകളൊന്നും എടുക്കുന്നില്ല, അത് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് കേൾക്കുന്നത് ഇപ്പൊ ഒമാനും ഇറാനുമായിട്ട് അമേരിക്ക ഒരു ഡീലിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്താതിരിക്കാൻ നിർവാഹമില്ല. ആ ഹുങ്കൊക്കെ പോയി. ഇപ്പൊ ഇനിയിപ്പോ കുറെ തള്ളു കേൾക്കാം ഇത് കഴിയുമ്പോ. ഞങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി, എനിക്ക് വേണമെങ്കിൽ എല്ലാം തീർക്കാമായിരുന്നു, കൊല്ലാമായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നൊക്കെയാണ് ഇപ്പൊ ട്രംപ് അടിക്കുന്ന ഡയലോഗ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെയും പണി പാളും. ഇതിനിടയ്ക്ക് ഉക്രൈന്റെ ഒരു വലിയ കരച്ചിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നലെ റഷ്യ വാരി വലിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ഉക്രൈനെ. 21 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഉക്രൈൻ പറയുന്നത് അമേരിക്ക പേട്രിയറ്റ് മിസൈലുകൾ തരാത്തത് കൊണ്ടാണ് സംഭവിച്ചത്. അവർക്ക് മിസൈൽ തരാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ഇറാൻ വാറിനകത്ത് അവർക്കത് വേണം. കാരണം അവരുടെ സഖ്യകക്ഷികളാണല്ലോ ചുറ്റും കിടക്കുന്ന GCC രാജ്യങ്ങൾ. ഇവിടെ എല്ലാം കൊണ്ട് ഈ പ്രതിരോധ ഇല്ല, കൊടുക്കാനും ഇല്ല. ഉള്ളത് തന്നെ അവരുടെ സഖ്യകക്ഷികൾക്ക് കൊടുക്കുകയാണ് ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം. അപ്പോഴേ ഉക്രൈൻ ഗവൺമെന്റ് മുക്രമായിട്ടൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വെച്ചാൽ ഒരു രാജ്യത്തിന്റെ ഈ ബന്ധം വഷളാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ഈ ചൈനയൊക്കെ ഫണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഫണ്ട് ചെയ്യുമ്പോൾ എന്താ വരുന്ന കുഴപ്പം വെച്ചാൽ ആ രാജ്യവുമായിട്ടുള്ള ബന്ധങ്ങളാണ് വഷളാകുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് അനവധി സമരങ്ങൾ, ഈ പാറ്റ സമരത്തിന്റെ പിന്നിലും വലിയ രീതിയിൽ ഫണ്ട് ഒഴിക്കുന്നുള്ള ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പിന്നിലും ഈ ഫോറിൻ മണി വരുന്ന NGO-കളായിരുന്നു. ചില സഭകൾ അതിൽ നേരിട്ട് തന്നെ ബന്ധപ്പെട്ടിരുന്നു. ഈ സഭകൾക്ക് എന്താ സഭയോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ബന്ധങ്ങളൊന്നുമില്ല, രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇടപെടാറില്ല. വോട്ട് പിടിക്കാൻ സഭ ഇറങ്ങും, സമരം ചെയ്യാൻ സഭ ഇറങ്ങും. അതായത് അവരുടെ കാര്യത്തിനല്ല അവർ സമരം ചെയ്യുന്നത്, നീറ്റ് പരീക്ഷയുടെ കാര്യത്തിനെന്നും പറഞ്ഞിട്ട് ഇവരെന്തിനാണ് സമരം ചെയ്തത്? പ്രസ്താവനയാണല്ലോ ഇവർ സാധാരണ ഇറക്കുന്നത്. ഇവരുടെ ആളെ ഇറക്കുക. ഇപ്പൊ ലക്ഷ്യം അതല്ല, ഈ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ്. ഏതായാലും FCRA ബില്ല് നാളെ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 2010 കൊണ്ടുവന്ന നിയമമാണിത്. ഈ നിയമം കൊണ്ടുവന്ന മോദിയല്ല, 2010 ശ്രീ മൻമോഹൻ സിംഗ് അധികാരത്തിലിരിക്കുമ്പോൾ കൊണ്ടുവന്ന നിയമമാണ്. അതിനകത്ത് കുറച്ചുകൂടെ ഭേദഗതി വരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അതിൽ തന്നെ അത് മാത്രവുമല്ല, ഇതിനകത്ത് ഈ ക്രിസ്തീയ സഭകൾക്കും അമേരിക്കയ്ക്കും ആശങ്കപ്പെടാനായിട്ടൊന്നുമില്ല. കാരണം കേവലം ചെറിയൊരു ശതമാനം ഫണ്ട് മാത്രമാണ് ഈ ക്രിസ്തീയ സംഘടനകൾക്ക് വരുന്നത്. ബാക്കിയെല്ലാം മറ്റു സംഘടനകൾക്കാണ് വരുന്നത്. അത് ഇവര് മാത്രമല്ല ഉള്ളത്. ഇവർക്ക് എന്താ ഈ പൊള്ളുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ ആണ്. അതായത് മുൻകാല പ്രാബല്യത്തോടെ, ഇപ്പൊ അമിത്ഷാ പറഞ്ഞു മുൻകാല പ്രാബല്യത്തോടെ വരില്ല. മുൻകാല പ്രാബല്യത്തോടെ വന്നാൽ ഇവര് ഈ പൈസയ്ക്ക് കെട്ടിപ്പൊക്കിയ ഇവരുടെ ബംഗ്ലാവ്, വാങ്ങിക്കൂട്ടിയ ബെൻസ് കാറ്, പിന്നെ സ്കൂളുകള്, ഇവരുടെ ഈ സ്വന്തം ട്രസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഇവരുണ്ടാക്കിയ, അതായത് ട്രസ്റ്റിൽ ആരൊക്കെ ഉണ്ട്, അത് ഞാനും എന്റെ കുടുംബക്കാരും മാത്രം. ഇതാണ് ട്രസ്റ്റ്. ഇത് കണക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉഡായിപ്പ് സംവിധാനങ്ങൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പണി വാളിപ്പോവും. കാരണം ഈ വിശ്വാസികളുടെ അടുത്ത് പറയാൻ കഴിയില്ല ആ പണം എടുത്തിട്ടാണ് ഞാൻ പള്ളി പണിതെന്ന് വെച്ചാൽ അവർ പറയും ഞങ്ങളിപ്പോ പിരിവെന്ന് ആ പൈസ അവിടെ പോയെന്ന് ചോദിക്കത്തില്ലേ. അപ്പൊ ആ ഒരു ഉഡായിപ്പ് നടക്കില്ല. ഇവരതിന് ചെയ്യുന്ന കുറച്ച് പൈസ എടുത്ത് ഇതിനൊരു ചാപ്പലോ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം കെട്ടിവെക്കും. ബാക്കി ഇവിടുത്തെ ഈ കേരളത്തിൽ തന്നെ എത്രയോ അച്ഛന്മാർക്ക് പിന്നെ ഇതുണ്ട്, സ്കൂളുകളും മറ്റുമൊക്കെ നടത്തുന്നു ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ പിടിവീഴുമോ, ഇതൊക്കെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയമാണ് ഇവർക്കുള്ളത്. അതെന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഒരു രസം എന്ന് വെച്ചാൽ ഇത് ക്രിമിനൽ ലോയിലേക്ക് വരുമ്പോൾ, ക്രിമിനൽ കേസിലേക്ക് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഇന്ന് പിടിക്കുന്ന കേസിന്റെ മൂലാധാരം ഇരിക്കുന്നത് 10 കൊല്ലം മുമ്പാണെങ്കിൽ അവിടം വരെ എത്തും ആ കേസ്. മുൻകാല പ്രാബല്യമില്ല. പക്ഷെ ഇന്ന് നടന്നിട്ടുള്ള ഒരു കേസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് അവിടെയാണെങ്കിൽ അവിടെ മുതലേ തന്നെ പൊങ്ങേണ്ടി വരും. അങ്ങനെയും കൂടെ ഒരെണ്ണമുണ്ട്. ഏതായാലും അതിന് അമിത്ഷാ നേരിട്ട് തന്നെ ഉറപ്പ് കൊടുത്തിരുന്നു. എല്ലാം ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോ അതിനകത്ത് വലുതായിട്ടൊന്നുമില്ല. നാളെ കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ വരും. നാളെ വെള്ളിയാഴ്ച. നമ്മൾ ഇന്നലെ പറയുകയും ചെയ്തില്ലേ, എല്ലാ വെള്ളിയാഴ്ചയാണ് ഇവരുടെ ഒരു രീതി. പ്രധാനപ്പെട്ട ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പൊ നാളെ കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അമേരിക്കയുടെ സ്റ്റാൻഡ് വളരെ ഗംഭീരമായിരിക്കുന്നു. അത് ഇന്ത്യയുടെ ഉറച്ച നിലപാടിന് ഒരു പിന്തുണ കൂടിയായിട്ട് അതിനെ കരുതേണ്ടി വരും. കാരണം നമ്മളൊരു ഉറച്ച നിലപാടെടുക്കുകയും അമേരിക്ക അവരുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പുറത്ത് പറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. കാരണം ബന്ധങ്ങൾ വഷളാക്കാൻ അവർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. കാരണം നിലവിൽ ചൈനയുമായിട്ട് അവർ അത്ര വലിയ സുഖത്തിലല്ലെന്ന് മാത്രമല്ല ഒരു ഏറ്റുമുട്ടലിന്റെ വക്കത്ത് നിൽക്കുകയാണ്. അവിടെ ഇന്ത്യ കണക്ക് ഒരു രാജ്യത്തെ പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക അസാധ്യമായ ഒരു കാര്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഈ ലോകത്ത് ആരെയും അങ്ങനെ പിണക്കി മുമ്പോട്ട് പോവുക അസാധ്യമായ ഒരു കാര്യമാണ്. കാരണം അവർക്ക് ആ പഴയ പിന്തുണയും ആർജവവും ഒന്നും ഇപ്പൊ എങ്ങൊന്നും കിട്ടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്.